إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أيها المؤمنون أوصيكم وإياي أولا بتقوى الله പ്രിയം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, ജീവിതത്തിന്റെ ഏതേതു മേഖലകളിലും സർവ്വലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ മുറുകെ പിടിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണമേ എന്ന് എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ബനൂ ഇസ്രായീൽ അഅ്ബദു അഹ്ലി സമാൻ, ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ആബിദ്, ഇബാദത്ത് ചെയ്യുന്ന വ്യക്തി എന്ന് വിശേഷിക്കപ്പെട്ട ഒരാളുണ്ടായിരുന്നു. ബർസ്വീസ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ബനൂ ഇസ്രായേലിയർക്ക് ശറഅാക്കപ്പെട്ട, നിയമമാക്കപ്പെട്ട എല്ലാവിധ ഇബാദത്ത് കർമ്മങ്ങളും ആരാധനാ കർമ്മങ്ങളും ഏറ്റവും നല്ല രീതിയിൽ ചെയ്യുന്ന അദ്ദേഹത്തെ നാട്ടുകാർക്ക് എല്ലാവർക്കും വളരെ പ്രിയമായിരുന്നു. അതേ നാട്ടിൽ 3 സഹോദരന്മാരും ഒരു സഹോദരിയും ഉണ്ടായിരുന്നു. ഈ 3 സഹോദരന്മാർക്ക് നിർബന്ധാവസ്ഥയിൽ ഒരു ദീർഘമായ യാത്ര ചെയ്യേണ്ട ആവശ്യം വരികയാണ്. ഈ സമയത്ത് അവർ കൂടിയാലോചിച്ചു, നാം യാത്ര പോകുമ്പോൾ നമ്മുടെ സഹോദരിയെ നമ്മൾ എന്തു ചെയ്യും? അവസാനം അവർ 3 പേരും കൂടി ഒരു ഉത്തരത്തിലേക്ക് എത്തിച്ചേരുകയാണ്. നമുക്ക് നമ്മുടെ സഹോദരിയെ ബർസ്വീസയെ ഏൽപ്പിക്കാം, ബർസ്വീസ നമ്മുടെ സഹോദരിയെ പരിചരിച്ചു കൊള്ളട്ടെ. അങ്ങനെ അവർ 3 പേരും കൂടി യാത്രയുടെ ആവശ്യവും തങ്ങളുടെ സഹോദരിയെ ബർസ്വീസ പരിചരിക്കണം, നോക്കണമെന്ന ആവശ്യവും ബർസ്വീസക്ക് മുമ്പിൽ വിവരിക്കുകയാണ്. ബർസ്വീസ അവസാനം അവരുടെ പ്രലോഭനം, അവരുടെ നിർബന്ധത്തിന് വഴങ്ങി അത് അംഗീകരിച്ചു കൊടുക്കുന്നു. ബർസ്വീസ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ സഹോദരിക്ക് സമയാസമയം ഭക്ഷണം അവരുടെ വീടിന്റെ വാതിലിന്റെ മുമ്പിൽ കൊണ്ടുപോയി വെക്കും, മറ്റൊന്നും ഞാൻ അവർക്ക് ചെയ്തു കൊടുക്കില്ല എന്ന ധാരണ പ്രകാരം ഈ 3 സഹോദരങ്ങളും യാത്ര ചെയ്യുകയാണ്. തൊട്ടടുത്ത സമയം മുതൽ ബർസ്വീസ ഓരോ സമയമാകുമ്പോഴും ആ സഹോദരിക്കുള്ള ഭക്ഷണം തയ്യാറാക്കി അവരുടെ വീടിന്റെ മുമ്പിൽ കൊണ്ടുപോയി വെച്ച് തിരിച്ചുപോരും. ഈ പ്രവൃത്തി കുറച്ചു കാലം ഇങ്ങനെ തുടർന്നു പോയപ്പോ പിശാച് ബർസ്വീസയുടെ അടുക്കലേക്ക് കടന്നു വരിക. എന്നിട്ട് ബർസ്വീസയോട് പറഞ്ഞു, അല്ല ബർസ്വീസ, ആ സഹോദരിക്ക് കൂട്ടിനായി ആരുമില്ല, ഉമ്മയില്ല, ഉപ്പയില്ല, ആകെയുള്ള 3 സഹോദരന്മാർ.
അവർ എന്ന് തിരിച്ചു വരുമെന്നറിയാത്ത ദീർഘമായ യാത്രയിലാണ്. നീ നൽകുന്ന ഈ ഭക്ഷണം അത് ആ സഹോദരിക്ക് തന്നെ ലഭിക്കുന്നുണ്ട് എന്ന് നിനക്ക് എന്തുറപ്പാണുള്ളത് ബർസീസ? നീ അവിടെ നിന്നും പോന്ന ശേഷം ഈ ഭക്ഷണം മറ്റാരെങ്കിലും എടുക്കുന്നുണ്ടെങ്കിലോ, ഇനി അതല്ല വല്ല മൃഗങ്ങളും വന്ന് ഈ ഭക്ഷണം ഭക്ഷിക്കുകയും ആ സഹോദരിക്ക് ഈ ഭക്ഷണം ലഭിക്കാതിരിക്കുകയും വരുന്ന അവസ്ഥ ഉണ്ടായാലോ? അതുകൊണ്ട് നീ അടുത്ത സമയം മുതൽ ഭക്ഷണം കൊണ്ടുപോയി വെക്കുമ്പോ ആ സഹോദരി ആ ഭക്ഷണം വന്ന് എടുത്തു കൊണ്ടുപോകുന്നത് വരെ നീ ഒന്ന് കാത്തിരിക്കണമെന്ന് പറഞ്ഞു. ബർസീസ ആലോചിച്ചപ്പോ സംഗതി ശരിയാണല്ലോ, ഞാൻ എല്ലാ സമയത്തും ഭക്ഷണം അവിടെ കൊണ്ടുപോയി വെക്കുന്നുണ്ട്, അത് അവൾക്ക് തന്നെ ലഭിക്കുന്നുണ്ട് എന്ന് എന്തുറപ്പാ എനിക്കുള്ളത്? അതുകൊണ്ട് ഇനി മുതൽ ഞാൻ ഭക്ഷണം കൊണ്ടുപോയി വെച്ചാൽ അല്പസമയം ഒന്ന് കാത്തിരിക്കും, ആ സഹോദരി വന്ന് ഭക്ഷണം എടുക്കുന്നത് വരെ എന്ന് ബർസീസ തീരുമാനിക്കുകയാണ്. അങ്ങനെ പ്രിയപ്പെട്ടവരെ, തൊട്ടടുത്ത സമയം മുതൽ ബർസീസ ഭക്ഷണം കൊണ്ടുപോയി വെച്ചാൽ അല്പസമയം കാത്തിരിക്കും, ആ സഹോദരി വന്ന് ഭക്ഷണം എടുത്തുപോയാൽ ബർസീസ തിരിച്ചു പോരും. ഈ പ്രക്രിയ കുറച്ചു കാലം മുന്നോട്ട് പോയപ്പോ പിശാച് വീണ്ടും വന്നു. എന്നിട്ട് പിശാച് പറഞ്ഞു, ബർസീസ, ആ സഹോദരിക്ക് മിണ്ടാനും പറയാനും ആരുമില്ലല്ലോ, അതുകൊണ്ട് ആ സഹോദരിക്ക് എന്തൊക്കെ പറയാനുണ്ടാകും, എന്തൊക്കെ വിഷമങ്ങളും വേവലാതികളും പങ്കുവെക്കാനുണ്ടാകും, അത് കേൾക്കാൻ ബർസീസ നീ മാത്രമല്ലേയുള്ളൂ. അതുകൊണ്ട് ആ സഹോദരിയുടെ വിഷമങ്ങളൊന്നും, അവൾക്ക് പറയാനുള്ള കാര്യങ്ങളൊന്നും നിനക്ക് കേട്ടൂടെ ബർസീസ? ബർസീസ ചിന്തിച്ചപ്പോ സംഗതി ശരിയാണ്. അവൾക്കിപ്പോ എത്രയെന്ന് വെച്ചാ ഒരാളോട് മുണ്ടാതെ ഒരുപാട് കാലം ജീവിക്കുക, ഒരാളോടും സംസാരിക്കാതെ എങ്ങനെ ഒരുപാട് കാലം മുന്നോട്ട് പോകാൻ പറ്റും? അടുത്ത സമയം മുതൽ ബർസീസ ആ സഹോദരിയുമായി സംസാരിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ പോയി പ്രിയപ്പെട്ടവരെ, ഇവർ തമ്മിൽ വ്യഭിചരിക്കുകയും ഈ സഹോദരി ഗർഭിണിയാവുകയും ഈ സഹോദരിക്ക് ഒരു കുഞ്ഞുണ്ടാവുകയും ചെയ്യുന്ന അവസ്ഥയെത്തി. കുഞ്ഞുണ്ടായ സമയത്ത് പിശാച് വീണ്ടും വന്നു, ബർസീസ, നീ ആരാണ്? ഈ നാട്ടിലെ അഅ്ബദു അഹ്ലി സമാനി, ഏറ്റവും വലിയ ആബിദ് എന്ന് വിശേഷിക്കപ്പെട്ട വ്യക്തിയാണ് നീയെങ്ങാനും ഒരു സ്ത്രീയുമായി വ്യഭിചരിച്ച് നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടായി എന്ന് നാളെ പുറം ലോകം അറിഞ്ഞാൽ, ഈ കുഞ്ഞ് നിന്റേതാണെന്ന് പുറം ലോകം അറിഞ്ഞാൽ ബർസീസ നിനക്ക് പിന്നെ ഈ നാട്ടിൽ ജീവിക്കാൻ ഒരു യോഗ്യതയുണ്ടാവില്ല. അതുകൊണ്ട് നീ ഈ കുഞ്ഞിനെ കൊല്ലണമെന്ന് പറഞ്ഞു. ബർസീസ ചിന്തിച്ചപ്പോ സംഗതി ശരിയാണ്. ഇപ്പൊ നാട്ടിൽ നല്ല പേരും പ്രശസ്തിയും പെരുമയുണ്ട്. ഈ കുഞ്ഞെങ്ങാനും എന്റേതാണെന്നറിഞ്ഞാൽ ഇതുവരെയുള്ള എന്റെ എല്ലാ പ്രവർത്തനങ്ങളും എന്റെ എല്ലാ സൽപ്പേരുകളും ഇല്ലാതെയായിത്തീരും. അതുകൊണ്ട് ബർസീസ ആ കുഞ്ഞിനെ കൊല്ലുകയാണ്. കുറച്ചു കഴിഞ്ഞപ്പോ പിശാച് വീണ്ടും വന്നു. എന്നിട്ട് പിശാച് പറഞ്ഞു, ബർസീസ, ആ സഹോദരി നാളെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നീയുമായി വ്യഭിചരിച്ചിരുന്നു എന്നും നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടായിരുന്നു എന്നും ആ കുഞ്ഞിനെ നീ കൊന്നു എന്നും മാലോകരോട് വിളിച്ചു പറയേണ്ടി വന്നാൽ ബർസീസ നീ ഒരു കൊലപാതകനാണ്, നിന്റെ മേൽ വളരെ വലിയ ശിക്ഷകൾ നടപ്പാക്കപ്പെടും. അതുകൊണ്ട് നീ ആ സഹോദരിയെ കൂടി കൊല്ലുക. ആ സഹോദരിയുടെ സഹോദരന്മാരോട് നീ പറയുക, അവൾക്കൊരു രോഗം വന്ന് മരണപ്പെട്ടു പോയതാണ് എന്ന്. നീ എന്തു പറഞ്ഞാലും വിശ്വസിക്കുന്നവരാണല്ലോ അവർ. ബർസീസ ആലോചിച്ചപ്പോ സംഗതി ശരിയാണ്. ഇനി എങ്ങാനും ഏതെങ്കിലും ഒരു ഘട്ടത്തില് ഇവൾക്കിത് പറയേണ്ടി വന്നാൽ എന്റെ സൽപ്പേര് പോവോ എന്ന് വിചാരിച്ച് ബർസീസ ആ സഹോദരിയെ കൊല്ലുകയാണ്. അങ്ങനെ കുറച്ചു കാര്യങ്ങൾക്ക് ശേഷം ഈ 3 സഹോദരന്മാരും യാത്ര തിരിച്ചു വന്നു, സഹോദരിയെ അന്വേഷിച്ചു. ബർസീസ പറഞ്ഞു, നിങ്ങളുടെ സഹോദരി ഒരു രോഗം ബാധിച്ച് മരണപ്പെട്ടു. 3 പേർക്കും വിശ്വാസമായി. പക്ഷേ അന്ന് രാത്രി ഉറങ്ങാൻ കിടന്നപ്പോ 3 പേരും ഒരേപോലെ സ്വപ്നം കാണുകയാണ്, ഞങ്ങളുടെ സഹോദരി രോഗം ബാധിച്ചല്ല മരിച്ചത്. ഇങ്ങനെ ചില സംഗതികൾ ഉണ്ടായിട്ടുണ്ട് എന്ന് 3 പേരും ഒരുപോലെ സ്വപ്നം കണ്ടു. അവർക്ക് ഇതിലെന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് തിരിച്ചറിയുകയും അവർ അന്നത്തെ കോടതിയിൽ പോയി പരാതിപ്പെടുകയും ചെയ്തു. അങ്ങനെ ബർസീസ വിചാരണ ചെയ്തു. അവസാനം കുറ്റം തെളിഞ്ഞു. ബർസീസ അവളുമായി വ്യഭിചരിക്കുകയും കുഞ്ഞുണ്ടാവുകയും കുഞ്ഞിനെയും അവളെയും ബർസീസ കൊന്നു എന്ന് കോടതിയിൽ തെളിയുകയാണ്. അന്നത്തെ ശരീഅത്ത് പ്രകാരം അവർക്കുള്ള ശിക്ഷ കുരിശിൽ തറച്ച് വധിക്കുക എന്നതാണ്. അങ്ങനെ അന്നത്തെ കോടതി ബർസീസയെ കുരിശിൽ തറച്ച് കൊല്ലാൻ വേണ്ടി വിധിച്ചു. കുരിശിൽ തറച്ച് കൊണ്ടുപോകാൻ പോണ വേളയിലും പിശാച് വീണ്ടും വന്നിട്ട് പറഞ്ഞു, ഇന്നി അനല്ലദീ ഔഖഅതുക ഫീ ഹാദാ ഫലൻ യൻജിയക മിൻ ഗൈരി. ബർസീസ, ഈ നാട്ടിലെ ഏറ്റവും വലിയ ആബിദ് എന്ന് വിശേഷിക്കപ്പെട്ട നിന്നെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത് ഞാനാണ്. ഫലൻ യുൻജിയക മിൻ ഗൈരി, ഞാനല്ലാതെ ഒരാൾക്കും നിന്നെ ഇവിടെ നിന്നും രക്ഷപ്പെടുത്താൻ സാധിക്കില്ല.
അപ്പൊ ബർസീസ് ചോദിച്ചു, ബർസീസിക്ക് എങ്ങനെങ്കിലും കുരിശിൽ നിന്നും രക്ഷപ്പെടണം, എന്ത് ചെയ്യാൻ പറ്റും? പിശാച് പറഞ്ഞു, ഫസ്ജുദുലി സജദതൻ വാഹിദ, നീ എനിക്ക് ഒരു സുജൂദ് ചെയ്യണം. അങ്ങനെ ബർസീസ കുരിശിൽ തറക്കുന്നതിന് തൊട്ട് മുമ്പ് പിശാചിന് സുജൂദ് ചെയ്തുകൊണ്ട് കാഫിറായി മരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മഹാനായ ഇബ്നു കസീർ റഹിമഹുള്ള തന്റെ തഫ്സീറിൽ ഉദ്ധരിച്ച കഥയാണ് ഞാൻ സൂചിപ്പിച്ചു വന്നത്. നാം ആലോചിച്ചു നോക്കൂ, ഏറ്റവും നല്ല മനുഷ്യനായി ഏറ്റവും നല്ല ഇബാദത്ത് ചെയ്യുന്ന വ്യക്തി എന്ന് നാട്ടുകാർ ഒന്നടങ്കം വിശേഷിപ്പിച്ച വ്യക്തി കാഫിറായിക്കൊണ്ട്, മുശ്രിക്കായിക്കൊണ്ട് ലോകത്തോട് വിട പറയാം. എന്തേ കാരണം? പിശാചിന്റെ പ്രലോഭനങ്ങൾക്ക് വഴങ്ങി. പ്രിയപ്പെട്ടവരെ, പിശാചി പറഞ്ഞ കാര്യങ്ങൾക്ക് ജീവിതത്തിൽ മുഖവിലക്കെടുത്തു. അല്ലാഹു തആല നമ്മുടെ ശത്രുവായി പരിചയപ്പെടുത്തിയ ആളാണ്. ഇന്നശ്ശൈത്വാന ലക്കും അദുവ്വൻ ഫത്തഖിദൂഹു അദുവ്വാ ഇന്നമാ യദ്ഉ ഹിസ്ബഹു ലിയകൂനൂ മിൻ അസ്ഹാബിസ് സഈർ. ഇന്നശ്ശൈത്വാന ലക്കും അദുവ്വൻ, പിശാച് നിങ്ങളുടെ ശത്രുവാണ്. ഫത്തഖിദൂഹു അദുവ്വ, പിശാചിനെ നിങ്ങൾ ഒരു ശത്രുവായി തന്നെ കരുതണം. ഇന്നമാ യദ്ഉ ഹിസ്ബഹു ലിയകൂനൂ മിൻ അസ്ഹാബിസ് സഈർ, പിശാച് അവന്റെ കൂട്ടാളികളെ നരകത്തിലേക്കാണ് ക്ഷണിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആ പിശാചിന്റെ പ്രലോഭനങ്ങൾക്ക് നമ്മൾ വഴങ്ങിയാൽ നമ്മൾ നരകത്തിലേക്ക് എത്തിച്ചേരും. പിശാചിന്റെ ലക്ഷ്യം സ്വർഗം എന്ന് പറഞ്ഞാൽ അത് ഓരോ ദരജാത്തുകളാണ്, ഓരോരോ പടവുകളാണ് മുകളിലേക്ക്. ഏറ്റവും മുകളിലാണ്, ഉന്നതിയിലാണ് ജന്നാത്തുൽ ഫിർദൗസ്. പടച്ചറബ് നമുക്ക് ഏവർക്കും അത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നരകം നേരെ ഓപ്പോസിറ്റ്, ദറക്കാത്തുകളാണ്, താഴേക്കുള്ള തട്ടുകളാണ്. ഏറ്റവും വലിയ ശിക്ഷ ഉണ്ടാകുന്ന നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലാണ്. പിശാചിന്റെ ലക്ഷ്യം സ്വർഗത്തിന്റെ ദറജാത്തുകളിൽ നിന്നും നമ്മളെ താഴെ ഇറക്കി നരകത്തിന്റെ ദറക്കാത്തിലേക്ക്, പടുകുഴിയിലേക്ക് നമ്മളെ തള്ളിയിടണം. അതിനുവേണ്ടി പിശാചി പ്രധാനമായിട്ട് 7 കാര്യങ്ങളാണ് ചെയ്യുക. മഹാനായ പണ്ഡിതൻ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള അദ്ദേഹത്തിന്റെ മദാരിജ് സാലിക്കീനിൽ പറയുന്നുണ്ട്, ഒരു വ്യക്തിയെ പിശാചി കീഴ്പ്പെടുത്തുന്ന 7 മാർഗങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഈ 7 മാർഗങ്ങൾ ഞാൻ എണ്ണുമ്പോൾ നാം ആലോചിക്കുക, പിശാചിന്റെ കെണിയിൽ നമ്മൾ ഉണ്ടോ ഇല്ലേ എന്ന്. ഒന്നാമത്തെ കണി എന്താണ് പ്രിയപ്പെട്ടവരെ? ഒരു വ്യക്തിനെ നരകത്തിലാക്കാൻ പിശാചി ചെയ്യുക, അവനെ കൊണ്ട് ശിർക്ക് ചെയ്യിപ്പിക്കും. എന്താ ശിർക്ക് എന്ന് പറഞ്ഞാൽ? അല്ലാഹുവിൽ പങ്കു ചേർക്കൽ. നാം ലോക സൃഷ്ടാവായ, നമ്മുടെ സൃഷ്ടാവായ അല്ലാഹുവിന് മാത്രം നൽകേണ്ട കാര്യങ്ങളാണ്. അത് അല്ലാഹു അല്ലാത്ത ഒരാൾക്ക് നൽകിയാൽ അതിന്റെ പേരാ ശിർക്ക്. പിശാചി ചെയ്യിപ്പിക്കും നമ്മളോട് പല നിലക്കും. ഇത് സിമ്പിളായിട്ട് ഏലസ് കെട്ടിയാൽ പോലും ശിർക്ക് വരും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അല്ലഖ തമീമതൻ ഫഖദ് അശ്റക, ആരെങ്കിലും ഏലസ് കെട്ടുകയാണെങ്കിൽ അത് ശിർക്കാണ്. ഇന്ന് മുസ്ലിം സമുദായത്തിൽ എത്ര പേര് ഏലസ് കെട്ടുന്നുണ്ട്? പ്രിയപ്പെട്ടവരെ, ശിർക്ക് വളരെ ഗൗരവമുള്ള വിഷയം. മൻ മാത ലാ യുശ്രികു ബില്ലാഹി ശൈആ ദഖലൽ ജന്ന വമൻ മാത യുശ്രികു ബില്ലാഹി ശൈആ ദഖലൻ നാർ. ആരെങ്കിലും അല്ലാഹുവിൽ പങ്കു ചേർക്കാതെ മരണപ്പെട്ടാൽ അവൻ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിച്ചു. ആരെങ്കിലും അല്ലാഹുവിൽ പങ്കു ചേർത്തുകൊണ്ട് മരണപ്പെട്ടാലോ അവൻ നരകത്തിലാണ്. ശിർക്കിന്റെ ഗൗരവം ഒരുപാടുണ്ട്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അല്ലാഹു ഒരിക്കലും ശിർക്ക് പൊറുക്കൂലട്ടോ, വേറെ എന്തും പൊറുത്തരും. പ്രിയപ്പെട്ടവരെ, നാം ആത്മാർത്ഥമായി ആലോചിക്കുക, നമ്മുടെ വിശ്വാസത്തിൽ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ ശിർക്കുണ്ടോ? അല്ലാഹുക്ക് നമ്മുടെ ഒരു പ്രവർത്തനവും ആവശ്യമില്ല. ഇന്നഹു മൻ യുശ്രികു ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. ആരെങ്കിലും അല്ലാഹുവിൽ പങ്കു ചേർത്താൽ അവൻ അല്ലാഹു തആല സ്വർഗ്ഗം നിഷിദ്ധമാക്കിയിരിക്കുന്നു. ആത്മാർത്ഥമായി ആലോചിക്കുക പ്രിയപ്പെട്ടവരെ, ശിർക്ക് നമ്മളിൽ ഒരിക്കലും ഉണ്ടാവരുത്. മഹാനായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം പ്രാർത്ഥിച്ച പ്രാർത്ഥനയായിക്കൊണ്ട് ഹദീസുകളിൽ കാണാൻ പറ്റും, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക വ അന അഅലം വ അസ്തഗ്ഫിറുക ലിമാ ലാ അഅലം. അല്ലാഹ്, ഞാൻ അറിഞ്ഞും അറിയാതെയും ചെയ്യുന്ന ശിർക്കിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ ചോദിക്കുന്നു. അല്ലാഹ്, പിശാചി നമ്മളെ പിഴപ്പിക്കുന്ന ഒന്നാമത്തെ കെണിയാണ്. അല്ലെ, മക്കളില്ലാത്തപ്പോ ജാറത്ത് പോകാൻ പറയും പിശാചി. കല്യാണം കഴിച്ചിട്ട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇന്ന തങ്ങളെ കാണാൻ പറയും, ഇന്ന മഖബറയിലേക്ക് പോകാൻ പറയും പിശാചി. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നമ്മൾ പോയാൽ നമുക്ക് പോവുക സ്വർഗമാണെന്ന ബോധവും തിരിച്ചറിവും നമുക്ക് ഉണ്ടായിത്തീരേണ്ടതുണ്ട്. ഇതാണ് പിശാചിന്റെ ഒന്നാമത്തെ കെണി. രണ്ടാമത്തെ കണി പ്രിയപ്പെട്ടവരെ, പിശാചി അവനെ കൊണ്ട് ബിദ്അത്തുകൾ ചെയ്യിപ്പിക്കുന്നു. എന്താ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ? ദീനിൽ ഒരു കാര്യം പുതിയതായിട്ട് കടത്തിക്കൂട്ടുക.
നല്ലതല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ ദീനിൽ എന്തെങ്കിലും, നിസ്കാരം നല്ല കാര്യമാണോ? ആണ്, തർക്കമല്ലല്ലോ, ആർക്കൂല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വ്യക്തിക്ക് സുബഹി 3 നിസ്കരിക്കാൻ പറ്റുമോ? പറ്റൂല. കാരണം എന്താ? റസൂല് പഠിപ്പിച്ച സുബഹി അത് 2 ആണ്. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ മൻ അഹദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. ദീനിൽ ഒരു കാര്യം ആര് പുതുതായി ഉണ്ടാക്കിയാലും അത് തള്ളപ്പെടേണ്ടതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ബിദ്അത്തിനെ ഗൗരവപൂർവ്വം ശ്രദ്ധിക്കണം. മഹാനായ പണ്ഡിതൻ ഇമാം സുഫ്യാൻ സൗരി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞ ഒരു വാക്കുണ്ട്, അൽ ബിദ്അത്തു അഹബ്ബു ഇലാ ഇബ്ലീസ് മിനൽ മഅസിയ. ഇബ്ലീസിന് ഒരു വ്യക്തി തിന്മ ചെയ്യുന്നതിനേക്കാൾ ഇഷ്ടം അവൻ ബിദ്അത്ത് ചെയ്യുന്നതാണ്. കാരണം എന്താ? വൽ മഅസിയതു യുതാബു മിൻഹാ വൽ ബിദ്അത്തു ലാ യുതാബു മിൻഹാ. വ്യഭിചരിക്കുന്ന ഒരു വ്യക്തി, കള്ളു കുടിക്കുന്ന ഒരു വ്യക്തി, അവൻ പലിശ വാങ്ങുന്ന ഒരു വ്യക്തി, അവൻ അറിയാം അവൻ ചെയ്യുന്നത് തിന്മയാണ്, തൗബ ചെയ്യുമോ. പക്ഷെ ബിദ്അത്ത് ചെയ്യുന്ന വ്യക്തിക്ക് അവൻ ചെയ്യുന്നത് തിന്മയാണ് എന്നറിയില്ല. അവന്റെ മനസ്സിൽ ഇത് സ്വർഗത്തിലേക്കുള്ള പ്രവർത്തനമാണെന്ന് തൗബ ചെയ്യാതെ അവൻ മരണപ്പെടും. പ്രിയപ്പെട്ടവരെ, ബിദ്അത്ത് അത് അതീവ ഗൗരവമുള്ള വിഷയം. കുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തും വഴികേടാണ്. വകുല്ലു ളലാലത്തിൻ ഫിന്നാർ, എല്ലാ വഴികേടും അത് നരകത്തിലേക്കുള്ളതാണ്. ഒരു ബിദ്അത്ത് നമുക്ക് വേണ്ട. നമ്മൾ ഇന്നുള്ള മാസം റജബ് മാസം, ഇന്ന് റജബ് 26, നാളെ 27. നമ്മുടെ നാട്ടില് പല ആളുകൾ നാളെ നോമ്പ് വെക്കും. എന്ത് നോമ്പാ അത്? റജബ് 27 പ്രത്യേക നോമ്പ് ഇസ്ലാമിലില്ല. നമ്മുടെ നാട്ടിലുള്ള സമസ്തക്കാർ അല്ലെങ്കിൽ ശാഫിഈ മദ്ഹബിലെ പണ്ഡിതന്മാർ അവര് പോലും പറയുന്നുണ്ട്, റജബ് 27 പ്രത്യേകത സൂചിപ്പിക്കുന്ന ഒരൊറ്റ ഹദീസ് പോലും സ്വഹീഹായി വന്നിട്ടില്ല. നമ്മുടെ നാട്ടിൽ മുസ്ലിങ്ങൾ പോലും ഇല്ലാത്ത ബിദ്അത്ത് ചെയ്യാം. എന്താ പ്രിയപ്പെട്ട ബിദ്അത്ത് ചെയ്താൽ അപകടം? റസൂല് പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നാളെ പരലോകത്ത് അവർക്ക് ഹൗദുൽ കൗസർ കൊടുക്കൂല. റസൂല് നൽകുന്ന ഹൗദുൽ കൗസർ അതുപോലും പരലോകത്ത് വെച്ച് ലഭിക്കൂല. ലഅനല്ലാഹ്, അല്ലാഹുവിന്റെ ശാപമുണ്ടെന്ന ബിദ്അത്ത് ചെയ്യുന്ന വ്യക്തികൾക്ക്. ഹൽ അതാക ഹദീസുൽ ഗാശിയ വജൂഹു യൗമഇദിൻ ഖാശിഅ ആമിലത്തുൻ നാസിബ തസ്ലാ നാറൻ ഹാമിയ തുസ്ഖാ മിൻ ഐനിൻ ആനിയ ലൈസ ലഹും തുആമുൻ ഇല്ലാ മിൻ ദരീഅ ലാ യസ്മിനു വലാ യുഗ്നി മിൻ ജൂ'. ഇതിന്റെ അർത്ഥം ഈ സൂറത്ത് അറിയാത്ത ഒരാൾ പോലും മുമ്പിലില്ലല്ലോ. വജൂഹു യൗമഇദിൻ ഖാശിഅ, നാളെ പരലോകത്തെ ചില മുഖങ്ങൾ ആകെ പേടിച്ചിരിക്കുന്ന മുഖങ്ങളായിരിക്കുന്ന ആമിലത്തുൻ നാസിബ. അവർ ഒരുപാട് പ്രവർത്തിച്ച ആളുകളാണ്, പക്ഷേ അവരുടെ പ്രവർത്തനം അത് ഇസ്ലാം പഠിപ്പിക്കാത്ത പ്രവർത്തനം, ബിദ്അത്താണ് അവർ ചെയ്തത്. അതുകൊണ്ട് അവർ നരകത്തിലേക്ക് എത്തിപ്പെട്ടു എന്ന വിശുദ്ധ ഖുർആൻ നമ്മളെ സൂചിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ബിദ്അത്തിൽ നിന്നും നമ്മൾ പൂർണ്ണമായി വിട്ടുനിൽക്കാൻ സാധിക്കണം. ഇതാണ് പിശാചിന്റെ 2ാമത്തെ കണി. 3ാമത്തെ കണി പ്രിയപ്പെട്ടവരെ, പിശാച് ഒരുത്തനെ കൊണ്ട് കബായിറുകൾ ചെയ്യിപ്പിക്കും. എന്താ കബായിർ എന്ന് പറഞ്ഞാൽ? ഒരു പക്ഷെ മദ്രസിൽ നിന്നും 7 വൻപാപങ്ങൾ എണ്ണി പഠിച്ചവരായിരിക്കും നമ്മൾ. 7 മാത്രമാണ് വൻപാപം? ഒരിക്കലുമല്ല. വൻപാപത്തിന് കബായിറിന്റെ നിർവചനം കുല്ലു ദംബിൻ, എല്ലാ തിന്മകളും. അല്ലാഹു അവന്റെ റസൂലോ ശിക്ഷയുണ്ട് എന്ന് പറഞ്ഞ, ചെയ്താൽ നരകമുണ്ട് എന്ന് പറഞ്ഞ, അല്ലാഹുവിന്റെ ശാപമുണ്ട് എന്ന് പറഞ്ഞ എല്ലാ തിന്മകൾക്കും പറയുന്ന പേരാണ് പ്രിയപ്പെട്ടവരെ കബായിർ എന്ന് പറഞ്ഞ. നമ്മളെ ജീവിതത്തിലുണ്ടോ? അത് പിശാചിന്റെ കെണിയ. ഉദാഹരണത്തിന് ചില കാര്യങ്ങൾ മാത്രം പെട്ടെന്ന് എണ്ണാം. പലിശ ഒരു മുസ്ലിമിന് ഹറാമാണ്. അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ, അല്ലാഹു കച്ചവടം ഹലാലാക്കിയിരിക്കുന്നു, പലിശ ഹറാമാക്കിയിരിക്കുന്നു. ഏതെങ്കിലും മേഖലയിൽ നമ്മൾ പലിശയുമായി ബന്ധപ്പെടുന്നുണ്ടോ? നമ്മൾ കബായിർ ചെയ്യുന്നു. വസ്ത്രധാരണത്തിന്റെ വിഷയം, ഒരു പുരുഷന്റെ വസ്ത്രം നിര്യാണിക്ക് താഴെ പോകാൻ പറ്റൂല. അത്തരം ആളുകൾ നരകത്തിലാണ്. വലാ യൻദുറു ഇലൈഹിം ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹു മുഖത്ത് തിരിഞ്ഞു നോക്കൂല എന്ന്. ഇന്ന് എത്ര ആൾക്കാരെ പുരുഷന്മാരുടെ വസ്ത്രം നിര്യാണിക്ക് താഴെ ഉള്ളത്? സഹോദരിമാരുടെ വസ്ത്രം വനിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ മായിലാത്തുൻ മുമീനാത്തുൻ റൂസുഹുന്ന കഅസ്നിമത്തിൽ ബുഖ്തിൽ മായിലാ ലാ യദ്ഖുൽനൽ ജന്നത വലാ യജിദുന റീഹഹാ. നാമമാത്രമായി വസ്ത്രം ധരിച്ച സ്ത്രീകൾ വസ്ത്രം ധരിച്ചിട്ടുണ്ടോ? ഉണ്ട്, പക്ഷേ അവരുടെ ഔറത്ത് കാണുന്നുണ്ട്. ആടിപ്പാടി കൊഞ്ചിക്കൊഴിഞ്ഞ് നടക്കുന്ന സ്ത്രീകൾ, തങ്ങളുടെ മുടി ഒട്ടകത്തിന്റെ പൂന പോലെ പിൻഭാഗത്ത് കെട്ടിവെച്ച സ്ത്രീകൾ, ലാ യദ്ഖുൽനൽ ജന്ന, ഓല് സ്വർഗ്ഗത്ത് പോകൂല. വലാ യജിദുന റീഹഹാ, സ്വർഗ്ഗത്തിന്റെ മണം പോലും അത്തരം സ്ത്രീകൾക്ക് ഉണ്ടാകൂല. പ്രിയപ്പെട്ടവരെ, ആത്മാർത്ഥമായി നമ്മൾ ആലോചിക്കണം. എന്തെങ്കിലും കബായിറുകൾ നമ്മൾ ചെയ്യുന്നുണ്ടോ? അത് പരസ്യമായിക്കോട്ടെ രഹസ്യമായിക്കോട്ടെ.
ഒരു പക്ഷെ നമ്മിൽ പലരും അങ്ങാടിയിൽ നല്ല ആളായിരിക്കും, എല്ലാവർക്കും വേണ്ടപ്പെട്ടവനായിരിക്കാം നമ്മൾ, പള്ളിയിൽ ഒന്നാമത്തെ സ്വപ്പിൽ നിസ്കരിക്കാനുള്ളവരായിരിക്കാം നമ്മൾ. എന്നാല് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ലഅലമൻ അഖ്വാമൻ മിൻ ഉമ്മത്തി യഅതൂന യൗമൽ ഖിയാമത്തി ബിഹസനാതി തിഹാമ. എനിക്ക് എന്റെ ഉമ്മത്തിൽപ്പെട്ട ചില വിഭാഗം ആളുകളെ അറിയാം. ആരാണവർ? അവർ വരും എങ്ങനെ? ബിഹസനാതി തിഹാമ, തിഹാമ പർവ്വതം കണക്ക് അമലുമായിട്ട് ചില ആളുകൾ നാളെ പരലോകത്ത് വരുന്നു. റസൂൽ പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹ് അവരുടെ പ്രവർത്തനങ്ങളെയെല്ലാം കാറ്റത്ത് പാറുന്ന ധൂളികളാക്കി തീർക്കും. ഒരു പർവ്വതം നിറയെ അമലുമായി വന്ന് ഈ പ്രവർത്തനങ്ങളെല്ലാം പടച്ച റബ്ബ് കാറ്റത്ത് പാറുന്ന ധൂളികളെ പോലെയാക്കി പടച്ച റബ്ബ് ആ കർമ്മങ്ങളൊന്നും സ്വീകരിക്കൂല എന്നാണ്. സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ് സിഫ്ഹും ലനാ, അല്ലാഹുവിന്റെ റസൂലേ അവരാരാണ്? റസൂലിന്റെ മറുപടി, പ്രിയപ്പെട്ടവരെ, അമാ ഇന്നഹും ഇഖ്വാനുക്കും വമിൻ ജിൽദതികും വയഖുദൂന മിനൽ ലൈലി കമാ തഖുദൂൻ. ഓല് മദീനത്തെ ജൂതന്മാരാണെന്നല്ല റസൂലിന്റെ മറുപടി, റോമിലെയും പേർഷ്യയിലെയും മജൂസികളാണെന്നല്ല മറുപടി. അമാ ഇന്നക്കും ഇഖ്വാനുക്കും, അവർ നിങ്ങളുടെ കൂട്ടുകാരാണ്, നിങ്ങളുടെ സഹോദരന്മാരാണവർ. വമിൻ ജിൽദതികും യഖുദൂന മിനൽ ലൈലി കമാ യഖുദൂൻ, നിങ്ങളെപ്പോലെ രാത്രി നിസ്കരിക്കുന്നവരാണവർ, നിങ്ങളെപ്പോലെ നോമ്പ് നോൽക്കുന്നവരാണവർ, നിങ്ങളെപ്പോലെ അമൽ സ്വാലിഹകൾ ചെയ്യുന്നവരാണവർ. പക്ഷേ വലാകിന്നഹും അഖ്വാമുൻ, നോൽക്കുന്ന പ്രശ്നം എന്താ? പ്രശ്നം ഇദാ ഖലൗ ബിമഹാരിമില്ലാഹി തഹഖൂഹാ, അവര് ഒറ്റക്കായാൽ, അല്ലെ, ഞാനും എന്റെ മൊബൈൽ ഫോണും ഒറ്റക്കായാൽ, ബിമഹാരിമില്ലാഹി തഹഖൂഹാ, അല്ല വെച്ച അതിർവരമ്പുകളെ ലംഘിക്കുന്നവരായിരിക്കും അവർ. ഒരു പർവ്വതം നിറയെ അമലുമായി പരലോകത്തെത്തിയിട്ട് ആ അമലൊന്നും പടച്ച റബ്ബ് സ്വീകരിക്കൂല. പ്രിയപ്പെട്ടവരെ, ഞാൻ ഒറ്റക്കാകുമ്പോൾ, ഞാനും എന്റെ മൊബൈൽ ഫോണും ഒറ്റക്കാകുമ്പോൾ നമ്മുടെ മനസ്സ് തിന്മകളിലേക്ക് മന്ത്രിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ വിരലുകൾ അശ്ലീലതയുടെ പായുന്നുണ്ടെങ്കിൽ, നമ്മുടെ കണ്ണുകൾ ഹറാമിലേക്ക് നോട്ടു പോകുന്നുണ്ടെങ്കിൽ, നമ്മുടെ നിസ്കാരം കൊണ്ട് പരലോകത്ത് കാര്യം ഉണ്ടാവില്ല. ഒരുപക്ഷെ നമ്മൾ ഇന്ന് ഓതിയ ആയത്താണല്ലോ, നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും പരലോകത്ത് പടച്ച റബ്ബ് ഹാദിറാക്കി തരും. വലാ യുദ്ലിമു റബ്ബുക അഹദ, അല്ലാഹ് ഒരാളോടും അനീതി കാണിക്കൂലട്ടോ. യസ്തഖ്ഫൂന മിനന്നാസി വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്, ജനങ്ങളും നമുക്കൊക്കെ മറച്ചു വെക്കാം, ഭാര്യ അറിയാതെ, മക്കൾ അറിയാതെ, മാതാപിതാക്കൾ അറിയാതെ, കൂട്ടുകാരറിയാതെ ഹിസ്റ്ററികൾ നമ്മൾക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കും, വാട്സാപ്പിലെ ചാറ്റുകൾ ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്, അള്ളാന്റെ മുമ്പിൽ മറച്ചു വെക്കാൻ പറ്റൂല. വല്ല തിന്മയുമുണ്ടോ പ്രിയപ്പെട്ടവരെ? ഇന്നത്തോടു കൂടി അവസാനിപ്പിക്കാൻ നമ്മളെ കൊണ്ട് പറ്റേണ്ടതുണ്ട്. നാലാമത്തെ പിശാചിന്റെ കെണി അവനെ കൊണ്ട് സഗായിറകൾ ചെയ്യിപ്പിക്കുന്ന ചെറുപാപങ്ങൾ. ഒരു കവി പാടിയ പാട്ടാണ്, ലാ തഹ്തിറന്ന സഗീറതൻ ഇന്നൽ ജിബാല മിനൽ ഹസ്വ. ഇത് ചെറിയ പാപാണെന്ന് പറഞ്ഞുകൊണ്ട് നീ നിസാരവൽക്കരിക്കേണ്ടതില്ല. കാരണം എന്താ? ഇന്നൽ ജിബാല മിനൽ ഹസ്വ, വലിയ വലിയ പർവ്വതങ്ങൾ ഉണ്ടായത് ചെറിയ ചെറിയ കല്ലും മണ്ണും കൂടിയിട്ടാണ്. സഗായിറുകൾ നമ്മൾ ഒരുപാട് ചെയ്താൽ പ്രിയപ്പെട്ടവരെ അത് കബായിറായി മാറിത്തീരും. അതുകൊണ്ട് എല്ലാ തിന്മയിൽ നിന്നും പൂർണ്ണമായി വിട്ടുനിൽക്കാൻ ഒരു വിശ്വാസി എന്ന നിലക്ക്, സ്വർഗം ആഗ്രഹിക്കുന്ന വ്യക്തി എന്ന നിലക്ക് നമുക്ക് സാധിക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ. അഞ്ചാമത്തെ കണി പിശാച് അവനെ കൊണ്ട് ചെയ്യിപ്പിക്കുക. മുബാഹായ കാര്യങ്ങളിൽ പിശാച് അവനെ തളച്ചിടും. അവൻ തിന്മകൾക്കൊന്നും ചെയ്യൂല, പക്ഷേ അവന് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ വലിയ തൗഫീഖ് ഉണ്ടാവില്ല. ഉദാഹരണത്തിന്, ഒരു വെള്ളിയാഴ്ച നേരത്തെ പള്ളിയിൽ വന്നിരുന്ന് സൂറത്തുൽ കഹ്ഫ് ഓതാനെ കൊണ്ട് കഴിയില്ല. അവന് ജോലി, കുടുംബം, യാത്ര. ഒരു വെള്ളിയാഴ്ച ഖുർആൻ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യാൻ, ഒരു മജ്ലിസുൽ ഇൽമിൽ പങ്കെടുക്കാൻ അവനെ കൊണ്ട് കഴിയില്ല. അതെന്താ? പിശാചിന്റെ കെണിയ. പിശാച് മനുഷ്യനെ എങ്ങനെ പിടിക്കുക? എല്ലാരെ കൊണ്ട് തിന്മ ചെയ്യിപ്പിക്കൂല. അത് ചെയ്യാൻ കഴിയിപ്പിക്കാത്തവനെ കൊണ്ട് അവനെ പിശാച് മുബാഹായ കാര്യങ്ങളിൽ, അനുവദനീയമായ കാര്യങ്ങളിൽ അവനെ തളച്ചിടും. അല്ലെ, ജമാഅത്തിന് കൃത്യമായി പള്ളിയിൽ എത്തൂല. അഥവാ വരികയാണെങ്കിലോ അവന് ലാസ്റ്റ് ഇമാമു സലാം കൂട്ടിന് മുമ്പ് ജസ്റ്റ് എത്തിച്ചേരുള്ളൂ. പിശാചിന്റെ കെണിയാണ് പ്രിയപ്പെട്ടവരെ. പൊട്ടിച്ചെറിയാൻ നമ്മളെ കൊണ്ട് സാധിക്കേണ്ടതുണ്ട്. പിശാചിന്റെ ആറാമത്തെ കെണി, കൂടുതൽ പ്രതിഫലമുള്ള കർമ്മങ്ങൾ പിശാച് അവനെ കൊണ്ട് ചെയ്യിപ്പിക്കൂല. ഉദാഹരണത്തിന്, ബാങ്കിനും ഇഖാമത്തിനും ഇടയിലുള്ള സമയം എന്ത് പ്രാർത്ഥിച്ചാലും ഉത്തരണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് സുബൈ ബാങ്ക് കൊടുത്തിട്ട് നമ്മളിൽ എത്ര ആൾക്കാർ ഇത് പ്രാർത്ഥിക്കാൻ പറ്റും? അതിന്റെ അടുത്തുള്ള സമയത്ത് നമ്മളെല്ലാവരും സുബൈ കഴിച്ചിട്ടുണ്ടല്ലോ. സുബൈ ബാങ്ക് വേണമെങ്കിൽ നമ്മളൊക്കെ എണീച്ചിട്ടില്ലേ?
ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിലുള്ള സമയം എന്ത് പ്രാർത്ഥിച്ചാലും ഉത്തരയുണ്ടെന്ന റസൂൽ പഠിപ്പിച്ചു. നമ്മളിൽ എത്ര ആൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റി? തഹജ്ജുദ് നിസ്കാരം, അല്ലാഹ് ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരിക രാത്രിയുടെ 3-1 പിന്നിട്ടാൽ. ഇപ്പൊ സുബഹി വളരെ ലേറ്റാ, നമ്മൾ 5 മണിക്ക് എണീച്ചാലും എല്ലാവർക്കും 3 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റും. ഇന്ന് എനിക്ക് പറ്റിയോ, നിങ്ങൾക്ക് പറ്റിയോ നിസ്കരിക്കാൻ? നമ്മള് ഒരു യാത്ര പോകാൻ വേണ്ടി 2 മണിക്കും 3 മണിക്കും 4 മണിക്കും എണീച്ച് പോണില്ലേ? എന്തേ അള്ളാഹുവുമായി സംസാരിക്കാൻ നമുക്ക് രാത്രി എണീക്കാൻ പറ്റാത്തത്? പ്രിയപ്പെട്ടവരെ, പിശാചിന്റെ കെണിയാണ് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പിശാചിന്റെ 7ാമത്തെ കെണി, പ്രിയപ്പെട്ടവരെ, അവന് ധാരാളം ശത്രുക്കളെ പിശാച് ഉണ്ടാക്കി കൊടുക്കും. ജോലിയിൽ, കുടുംബത്തിൽ തുടങ്ങി എല്ലാ നിലക്കും പിശാച് അവന് ശത്രുക്കൾ ഉണ്ടാക്കി കൊടുക്കും. അതുകൊണ്ട് നമ്മൾ പിശാചിന്റെ ഈ 7 കെണികളെ തിരിച്ചറിയണം. 1 ശിർക്ക്, 2 ബിദ്അത്ത്, 3 കബായിറുകൾ, 4 സഗായിറുകൾ, 5 മുബാഹായ കാര്യങ്ങളിൽ പിശാച് അവനെ തളച്ചിടും, 6 കൂടുതൽ പ്രതിഫലമുള്ള കർമ്മങ്ങൾ ചെയ്യാൻ പിശാച് അനുവദിക്കൂല, 7 അവന് ധാരാളം ശത്രുക്കളെ പിശാച് ഉണ്ടാക്കി കൊടുക്കും. പ്രിയപ്പെട്ടവരെ, ഈ 7 കണികളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അത് പൊട്ടിച്ചെറിയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പടച്ചറപ്പ് നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. الحمدلله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والحمد لله رب العالمين أوصيكم وإياي ثانيا بتقوى الله. ഏറെ പ്രിയമുള്ള വിശ്വാസികളെ, വിശ്വാസിനികളെ, ഒരിക്കൽ കൂടി അള്ളാഹിനെ സൂക്ഷിച്ച് പരലോകത്തെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ഓർമ്മിക്കുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പിശാച് നമ്മളെ കീഴ്പ്പെടുത്തുന്ന 7 കെണികളാണ് സൂചിപ്പിച്ചു വന്നത്. ഒരു ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഖസ്ലത ഔ ഖല്ലത, 2 കാര്യങ്ങൾ, ലാ യുഹാഫിദു അലൈഹാ ഇല്ലാ അബ്ദുൻ മുസ്ലിമുൻ ദഖലൽ ജന്ന. ഈ 2 കാര്യങ്ങൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്ന ഒരു അടിമക്കല്ലാതെ സൂക്ഷിക്കാൻ, മുഹാഫദത്ത് കൃത്യമായി ചെയ്യാൻ കഴിയില്ല. ഹുമാ യസീറുൻ യഅമലു ബിഹിമാ ഖലീൽ, അത് ചെയ്യാൻ വളരെ എളുപ്പമാണ്, പക്ഷേ കുറച്ച് ആൾക്കാർ മാത്രമേ ചെയ്യുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഈ 2 പ്രവർത്തനം ഞാൻ പറയുമ്പോൾ അതറിയാത്ത ഒരാൾ പോലും എന്റെ ഖുത്ബ കേൾക്കുന്നില്ല. റസൂലിന്റെ വാക്കെന്താ? ലാ യുഹാഫിദു അലൈഹാ ഇല്ലാ അബ്ദുൻ മുസ്ലിമുൻ ദഖലൽ ജന്ന. സ്വർഗ്ഗത്തിൽ പോകുന്ന ഒരു അടിമക്കല്ലാതെ അത് കൃത്യമായി ചെയ്യാൻ പറ്റില്ല. ഏതാ 2 പ്രവർത്തനം എന്നറിയോ? 1 നിസ്കാര ശേഷമുള്ള സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ ദിക്ർ, അറിയാത്ത ആരുമില്ലല്ലോ. 2 ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 34, അറിയാത്ത ആരുമില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, ഇന്ന് സുബഹിക്ക് നമ്മളിൽ എത്ര ആളാ ഈ ദിക്ർ ചൊല്ലിയുള്ളത്? ഇന്നലെ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മളിൽ എത്ര പേരാ ഈ ദിക്ർ ചൊല്ലിയതുള്ളത്? സഹാബത്തെ കൊണ്ട് റസൂലേ, കൈഫ ഹുമാ യസീറുൻ യഅമലു ബിഹിമാ ഖലീൽ, റസൂലേ ചെയ്യാൻ എളുപ്പമുണ്ടായിട്ട്, ചെയ്യുന്നവർക്ക് സ്വർഗ്ഗമുണ്ടായിട്ട് എന്തേ റസൂലേ ഇത് കുറച്ച് ആളുകൾ മാത്രം ചെയ്യണം? റസൂലിന്റെ മറുപടി, നിങ്ങൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോഴേ പിശാച് വരും നിങ്ങളുടെ അടുത്തേക്ക്. എന്നിട്ട് പിശാച് നിങ്ങളോട് പറയും, നിസ്കാരം കഴിഞ്ഞാൽ എനിക്ക് ഇന്നെന്ന പ്രവർത്തനങ്ങൾ ചെയ്യാനുണ്ട്, അത് അങ്ങനെ നിങ്ങൾ നിസ്കാരം കഴിഞ്ഞ് ഈ ദിക്ർ ചൊല്ലാതെ പെട്ടെന്ന് എണീറ്റ് പോകും. ഇന്ന് സുബഹിക്ക് എനിക്കും നിങ്ങൾക്കുണ്ടായതാണോ ഇത്? രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ പിശാച് വരും, നിങ്ങൾ ഉറങ്ങുമ്പോ പിശാച് നിങ്ങൾ ഈ ദിക്ർ ചൊല്ലുമ്പോൾ പിശാച് നിങ്ങളെ ഉറക്കിക്കളയും. ഇന്നലെ രാത്രി നമുക്കുണ്ടായ അനുഭവമല്ലേ പ്രിയപ്പെട്ടവരെ ഇത്? പിശാച് നമ്മളെ എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ട്. ഇതാർക്കാ കൃത്യമായി ചെയ്യാൻ പറ്റുക? ഇല്ലാ അബ്ദുൻ മുസ്ലിമുൻ ദഖലൽ ജന്ന, സ്വർഗ്ഗത്തിൽ പോകുന്ന അടിമക്കാണ് ഇത് കൃത്യമായി ചെയ്യാൻ പറ്റുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പിശാചിനെ കൃത്യമായി നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്. മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ്, അദ്ദേഹം മരിക്കാൻ കിടക്കും. അപ്പൊ പിശാച് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്നു, എന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളെ ജീവിതകാലം മൊത്തം പിഴപ്പിക്കാൻ ശ്രമിച്ചു, നിങ്ങൾക്ക് നിങ്ങളെ പിഴപ്പിക്കാൻ സാധിച്ചിട്ടില്ല, നിങ്ങളൊരു വലിയ സംഭവം തന്നെയാണ് എന്ന് പറഞ്ഞു. അഹ്മദ് ബിൻ ഹംബലിന്റെ മനസ്സിൽ കിബർ കയറ്റാൻ, റിയാ കയറ്റാൻ പിശാച് പരിശ്രമിച്ചു. അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞു,
അനക്ക് കയ്യൂരട്ടോ, തിരിച്ചു പോയിക്കോ. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഒരു മനുഷ്യന് മരിച്ചാലല്ലാതെ പിശാചിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റൂല. മരണം വരെ, മരണക്കിടക്കയിൽ പോലും പിശാചി നമ്മൾ കൂടെ ഉണ്ടാവും. പ്രിയപ്പെട്ടവരെ, അവന്റെ പ്രലോഭനങ്ങൾക്ക് നമ്മൾ വഴങ്ങിയാൽ, അവൻ പറയുന്നതും കേട്ട് തിന്മകളുടെ പിന്നാലെ നമ്മൾ ഓടിയാൽ നമുക്ക് നഷ്ടപ്പെടുക സുന്ദരമായ, വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ സാധിക്കാത്ത, ഒരു കണ്ണും ഇന്നുവരെ കാണാത്ത, ഒരു കാതും ഇന്നുവരെ കേൾക്കാത്ത, ഒരു മനസ്സിനും വിഭാവന ചെയ്യാൻ സാധിക്കാത്ത അത്രക്ക് പ്രവിശാലമായ സുന്ദരമായ സ്വർഗ്ഗലോകമാണ്. ഇനി അതല്ല, അവന്റെ പ്രലോഭനങ്ങൾക്ക് വഴങ്ങി തിന്മകൾ ചെയ്ത് തോന്നിവാസങ്ങൾ പ്രവർത്തിച്ച് ലഹരിക്കും മറ്റും അടിമപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോയാലോ നമ്മൾ എത്തിച്ചേരുക ഘോരമായ നരകത്തിലേക്ക്. ആ നരകത്തിന്റെ തീപ്പൊരി പോലും കൊട്ടാര സമാനമായിരിക്കുമെന്ന കൊണ്ടുള്ള വസ്ത്രമാ നരകത്തിലുള്ളത്. ദുനിയാവിലെ തീയേക്കാൾ 69 ഇരട്ടി അധികം ചൂടുള്ള നരകത്തിലേക്ക് എത്തിപ്പെടുക. പ്രിയപ്പെട്ടവരെ, എന്ത് വേണമെന്ന് ആലോചിക്കുക. അതുകൊണ്ട് പിശാചിന്റെ കെണികളെ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് നല്ല രീതിയിൽ സൽക്കർമ്മങ്ങളുമായി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിനുള്ള ഏറ്റവും നല്ല മാർഗം ദിക്റുകൾ ചൊല്ലുക എന്നുള്ളതാണ്. റസൂല് പറഞ്ഞു, നമ്മൾ ഉറങ്ങിയാൽ നമ്മൾ പിശാച് 3 കെട്ട് കെട്ടുന്നു. എപ്പോഴാ ഈ 3 കെട്ട് കഴിയുക? ഒന്ന് രാവിലെ എണീറ്റിട്ട് അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹി നുശൂർ എന്ന് പറഞ്ഞാൽ 1ാമത്തെ കെട്ടഴിയും. 2 ഒളു എടുത്താൽ 3 നിസ്കരിച്ചാൽ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ദിക്റുകളിലെ അൽകാർ സുബാഹു മസ നമ്മൾ കൃത്യമായി പതിവാക്കേണ്ടതുണ്ട്. ആ രീതിയിൽ പിശാചിന്റെ എല്ലാ കണികളെയും പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് മുന്നേറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പടച്ചറബ് നമ്മളതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പാപങ്ങൾ അവർ വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. മരണപ്പെട്ടവർക്ക് പടച്ചറബ് സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകം കൊണ്ട് പ്രയാസപ്പെട്ട രോഗത്തിന് വിശ്വം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി ഖാദി اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. آمين.